നമ്മൾ വി ഡി സതീശൻ സർക്കാർ അധികാരമേറ്റതിന് ശേഷം ആദ്യത്തെ വാർത്താ സമ്മേളനങ്ങളിൽ തന്നെ ഈ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു വി ഡി സതീശൻ. അത് വേറൊന്നുമല്ല, LDF സർക്കാർ ഒപ്പിട്ടത് കൊണ്ട് ഞങ്ങളിതേ തുടർന്ന് കൊണ്ടുപോകാൻ പോവുകയാണ് എന്ന്. അപ്പോൾ ഈ PM ശ്രീയിൽ ഒപ്പിട്ട നടപടിയിൽ തുടരും എന്ന് ആ സമയത്ത് തന്നെ സനീഷ് പ്രവചിച്ചിരുന്നു. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ സംഭവിക്കുകയാണ്, ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. എന്താ തോന്നുന്നത്? ഇതിന് ഇപ്പോൾ ഞാൻ തൊട്ടു മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഹിറ്റായിട്ട് ഓടുന്ന കേരളത്തിൽ നമ്മുടെ മലയാളികൾക്കിടയിൽ ഓടുന്നൊരു മീമുണ്ട്. അതായത് ഒരു ട്രെൻഡ് ജസ്റ്റ് ഒന്ന് വളർന്നു. ഇപ്പോൾ പഴയ പല സിനിമകളിലും ഈ ചെറുപ്പക്കാരായിട്ട് കുട്ടികളായിട്ട് അഭിനയിച്ച ആളുകൾ ഞങ്ങളിപ്പോൾ കുറച്ച് വളർന്നു എന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരു ട്രെൻഡ്, വൻ ട്രെൻഡാണ്. UDF യഥാർത്ഥത്തിൽ ജസ്റ്റ് ഒന്ന് വളർന്നു. ഈ കുട്ടികളൊക്കെ 10-15 വർഷങ്ങൾ എടുത്തെങ്കിൽ ഇവർ 2-3 മാസം കൊണ്ട് തന്നെ പെട്ടെന്ന് വളർന്നിട്ട് ഈ പ്രതിപക്ഷ തായിരുന്നപ്പോൾ എടുത്ത നിലപാടെന്ന് വളരുക മാത്രമല്ല, ജസ്റ്റ് ഒന്ന് വളഞ്ഞിട്ട് നേരെ അവരെന്താണോ പറഞ്ഞ് ആ നേരെ 360 ഡിഗ്രി തിരിഞ്ഞിട്ട് അവർ എതിർത്ത സ്ഥലത്തേക്ക് അവരങ്ങെത്തി. നമ്മൾ ഹർഷം പറഞ്ഞ പോലെ നമ്മൾ ആദ്യം മുതലേ പ്രവേശിച്ചാണ്. പക്ഷേ നിഷ്പക്ഷരായിട്ടുള്ള എല്ലാ മാധ്യമപ്രവർത്തകരും പൊട്ടിച്ചിരിക്കേണ്ടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നതെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഹർഷ നമ്മളത് പറഞ്ഞാണ്, ഇവരെതിർക്കുമെന്ന് തന്നെ പറഞ്ഞാണ്. പിന്നെ ഞാനിത് മുമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് വി ശിവൻകുട്ടി ഒപ്പിട്ടപ്പോഴും ഞാനതിന് അനുകൂലമായിരുന്നു. അതായത് കേന്ദ്രം നമുക്ക് തരേണ്ട പണമാണ്, അത് പണം കിട്ടാൻ മറ്റൊരു മാർഗ്ഗമല്ല, ഈ കാര്യം ഒപ്പിടൽ മാത്രമേ ഉള്ളൂ. PMC പോയിട്ട് ഒപ്പിടുക, നമുക്ക് കിട്ടേണ്ട 12,000 കോടി രൂപ വാങ്ങിച്ചെടുക്കുക, പിന്നെ PMC പറയുന്ന കാര്യമൊന്നും ചെയ്യേണ്ട. അങ്ങനെയായിരുന്നു എൻ്റെ നിലപാട്. അത് പറ്റുമല്ലോ നമുക്കറിയില്ല, പക്ഷേ ഇവിടെ നടപ്പാക്കേണ്ടതില്ല. പക്ഷേ നമുക്ക് കിട്ടേണ്ട പണം കിട്ടാൻ ഈ ഒരു ഒപ്പിടലാണ് വേണ്ടതെങ്കിൽ അത് ഒപ്പിടണം എന്ന് തന്നെയായിരുന്നു നമ്മൾ അന്ന് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നത്. ഒപ്പിടുന്ന ഒരു തെറ്റുമില്ല. അന്ന് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് വി ശിവൻകുട്ടി ഒപ്പിട്ടു എന്ന് പറയുന്ന സമയത്ത് ഒപ്പിടുന്ന ഒരു തെറ്റുമില്ല എന്ന് വിചാരിച്ച ആളാണ് ഞാൻ. അത് പറയുകയും ചെയ്തതാണ്. ഒരു കുഴപ്പമില്ല. PMCയിൽ പിന്നെ സംസ്ഥാന സർക്കാരിന് വിദ്യാഭ്യാസം സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുന്ന കാര്യം നിങ്ങൾ നടപ്പാക്കണ്ട, പക്ഷേ പണം നമുക്ക് കിട്ടാനുള്ള, നമ്മുടെ കുട്ടികൾക്കും സ്കൂളുകൾക്കും കിട്ടാനുള്ള അത് വാങ്ങിച്ചെടുക്കണം എന്ന നിലപാടാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് UDF ഒപ്പിടുന്നതിൽ എനിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ഒപ്പിടുന്നത് നല്ല തന്നെ നമ്മൾ നേരത്തെ പ്രവചിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ പരിഹാസ്യത എന്താണ്? ഇതിൻ്റെ പരിഹാസ്യത ഇവരെന്തൊക്കെയാണ് പറഞ്ഞു നടന്നിരുന്നത്? PMC ഭയങ്കര പ്രശ്നമാണ്. ഈ PMC ചെയ്യുന്ന ഇവർ മൊത്തം ഹിന്ദുത്വാനുകൂലികളാണ്. പിന്നെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാൽക്കൽ ചെന്ന് വീണിരിക്കുകയാണ് പിണറായി വിജയനും വി ശിവൻകുട്ടിയും എന്നൊക്കെ പറഞ്ഞിട്ടങ്ങ് പ്രചണ്ഡമായ പ്രചാരണം നടത്തിയിട്ട് അതിൻ്റെ മുകളിൽ അതൊരു വാഹനമാക്കിയിട്ട് ആ വാഹനത്തിൽ കുതിച്ച് ഈ സർക്കാരിൻ്റെ അധികാര കേന്ദ്രത്തിൽ വന്നിരുന്ന ഈ UDFകാർക്ക് നാണമുണ്ടോ എന്ന് നാട്ടുകാർ ചോദിക്കില്ല. അവരുടെ ആൾ തന്നെ ചോദിക്കില്ലേ, നിങ്ങൾ എന്താ ഒപ്പിടുന്നത് ഇങ്ങനെയെന്ന്? ഈ നമ്മുടെ മന്ത്രിയൊക്കെ പിന്നെ ഷംസുദ്ദീനൊക്കെ പറയുന്നതായിട്ട് ചിരിച്ച് മരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു നിഷ്പക്ഷരായ ആളുകൾ, പക്ഷപാതത്തുള്ള രാഷ്ട്രീയ മാധ്യമപ്രവർത്തകർക്കും ആളുകൾക്കും ചിരി വരില്ല. ഇതെന്തെങ്കിലുമൊക്കെ ന്യായീകരണം ഉണ്ടാക്കാനും ക്യാപ്സൂൾ ഉണ്ടാക്കാനും ഒക്കെ ആയിരിക്കും പക്ഷപാതത്തുള്ള ആളുകൾ ശ്രമിക്കുക. പക്ഷേ നിഷ്പക്ഷരായിട്ടുള്ള നമ്മളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ ചിരിക്കും, ആളുകൾ ചിരിക്കും. എന്താണ് നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതിൽ KM ഷാജി പറഞ്ഞു, എന്താണ് അറബിക്കടൽ? PMC എന്ന വാക്ക് എവിടെ വന്നാലും അറബിക്കടൽ കൂടെ അതിൻ്റെ കൂടെ ഉണ്ട്. അറബിക്കടൽ ഇതുവരെ ഈ KM ഷാജിയിലൂടെ പ്രശസ്തമായ ഈ സംഭവം കൂടെ ഉറപ്പായിട്ട് ചർച്ച ചെയ്യും. അന്ന് മുതൽ അറബിക്കടൽ കാത്തിരിക്കുക. അല്ല, KM ഷാജിക്ക് തെറ്റിയില്ല. അപ്പം ഞാനിങ്ങനെ വിചാരിക്കും ഇവരെന്ത് ക്യാപ്സൂളായിരിക്കും ഇനി ഉണ്ടാക്കാൻ പോവുക. KM ഷാജിക്ക് തെറ്റിയില്ല. സത്യത്തിൽ എന്താ KM ഷാജി പറഞ്ഞത്? UDF അധികാരത്തിൽ വന്നാൽ PMC അറബിക്കടൽ കൊണ്ടുപോയിടും. UDF അധികാരത്തിൽ വന്നു, PMC അറബിക്കടലിന് ഒരല്പം ഇപ്പുറത്തിട്ടു. 1 മീറ്റർ വ്യത്യാസമേ ഉള്ളൂ. കേരളം അറബിക്കടലിന് ഇപ്പുറത്ത് കേരളം എന്ന് പറയുന്ന രാജ്യത്തേക്ക് കൊണ്ടുപോയിട്ടു. ഇട്ടപ്പോൾ ഒന്ന് മാറിപ്പോയി, വെള്ളത്തിന് പകരം കരയിൽ വീണു, ഇത്രയേ ഉള്ളൂ. ഇവരെ പരിഹസിച്ച് കൊല്ലേണ്ടുന്ന സംഭവമല്ലേ ഉണ്ടായിരിക്കുന്നത്. എന്നിട്ട് ഈ ഷംസുദ്ദീൻ പറയാണ്, അവരെന്താ ചെയ്തിരുന്നത്? അവരൊപ്പിട്ടിട്ടില്ലേ? പിന്നെ അവരങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ? അവരെന്ത് ചെയ്തു? അവരെന്താ ചെയ്തത് ഹർഷ? അതായത് 2024 ഒക്ടോബറിലാണ് PMC ധാരണാപത്രം ഒപ്പുവെച്ചത്. 2025 ഒക്ടോബറിലാ? 2025 ഒക്ടോബറിൽ. 2026 മെയിലാണല്ലോ അവരിറങ്ങിപ്പോകുന്നത്. അതുവരെ എന്തെങ്കിലും നടന്നോ? പോട്ടെ, ഇതുവരെ എന്തെങ്കിലും നടന്നോ? ഇന്നലെ ഇപ്പം ജബി മേത്തർ ചോദിച്ചു, വൃത്തിയായിട്ടുള്ള മറുപടി കിട്ടിയല്ലോ. അതിനകത്ത് സംസ്ഥാനങ്ങളുടെ പട്ടികയുണ്ട്. 3 സംസ്ഥാനങ്ങൾ കീഴിലാണ് PMC നടപ്പാക്കിയ സ്കൂളുകളുടെ എണ്ണം പറയുമ്പോൾ 0 കാണിക്കുന്നത്. തമിഴ്നാട്, ബംഗാൾ, കേരളം 3 0 ആണ്. ഇവിടെ ഒന്നും നടന്നിട്ടില്ല. 47 സ്കൂളുകളുണ്ട്. എങ്ങനെ അത് കേന്ദ്രീയ വിദ്യാലയങ്ങളും മറ്റുമൊക്കെ ആയിട്ട് 47 നവോദയം കേന്ദ്രീയ വിദ്യാലയം, അത് വേറെ. പിന്നെ ഈ പറയുന്നതല്ലാതെ പണം SSK ഫണ്ടല്ലാതെ, കിട്ടാനുള്ള ഫണ്ടല്ലാതെ മറ്റെന്താ വാങ്ങിച്ചില്ല? ഒന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ആ സർക്കാരിന്, അത് വി ഡി സതീശൻ തന്നെയും പറഞ്ഞാണ്, മരവിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. അവർ മരവിപ്പിച്ച് നിർത്തിയിരുന്നു, അദ്ദേഹത്തിൻ്റെ പിന്നെ പ്രയോഗമാണ്. മരവിപ്പിച്ച് നിർത്താനും പറ്റും. 1 വർഷം നിന്നില്ലേ, 1-2 വർഷം പിണറായി സർക്കാർ ചെന്ന് ഒപ്പിട്ടു. എന്നിട്ട് ഇവരെല്ലാം കൂടി ബഹളം ഉണ്ടാക്കിയപ്പോൾ പോയി മരവിപ്പിച്ചു, ഒന്നും ചെയ്തില്ല. അങ്ങനെ നിൽക്കാമെങ്കിൽ ബാക്കിയുള്ള 5 വർഷം വി ഡി സതീശൻ സർക്കാർ നിൽക്കാൻ പറ്റില്ലേ? ഈ ധീരോദാത്തരായിട്ടുള്ള മഹാപ്രതാപശാലികളായിട്ടുള്ള മഹാവിപ്ലവകാരികളായിട്ടുള്ള PMC എന്ന് കേട്ടാൽ ചതുർത്ഥിയായിരുന്ന ഈ മുസ്ലിം ലീഗുകാർക്ക് വിചാരിച്ചാൽ നടക്കില്ലേ? മുസ്ലിം ലീഗ് ഈ മുന്നണിയിലെ 2ാം പാർട്ടി, CPI ആ മുന്നണിയിലെ 2ാം പാർട്ടി. CPI എന്ത് ധീരോദാത്തമായിട്ട് എതിർത്തത്? അവരുടെ മുന്നണിയെ കൊണ്ട് താഴേക്ക് വരിച്ചില്ലേ?
ഷംസുദ്ദീനൊക്കെ പറയുന്നിട്ട് നമ്മളാണ് കുറ്റക്കാരെന്ന് വിചാരിക്കും. എൻ ഷംസുദ്ദീൻ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്ന കേട്ടാൽ വിചാരിക്കും നമ്മളാണ് കുറ്റക്കാർ, ഈ കേരളത്തിലെ ജനങ്ങളാണ് കുറ്റക്കാർ. അദ്ദേഹത്തെ വിശ്വസിച്ച്, അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ വിശ്വസിച്ചിട്ട്, അദ്ദേഹത്തിൻ്റെ മുന്നണി വിശ്വസിച്ച് അയ്യോ PMC ഒരു സാത്താനാണ്, അതുകൊണ്ട് അതിനെ ഓടിക്കാരുതാ, LDF സർക്കാരിനെ ഓടിക്കണം, എന്നിട്ട് UDF വോട്ട് ചെയ്യണം, വിജയിപ്പിക്കണം എന്ന് വിചാരിച്ച ആളുകൾ ഇപ്പം എന്തായി? അവർ അങ്ങേറ്റം വൈക്ലഭ്യത്തോടെ ഇരിക്കുകയല്ലേ. അതാരാ സാഹചര്യം ഉണ്ടാക്കിയത്? പറ്റിച്ചില്ലേ അവരെ? ഞാൻ പറയുന്നു, ഇപ്പോൾ എനിക്കും ഹർഷനും ഇവർ PMC ഒപ്പിടണം, എനിക്ക് PMC ഒപ്പിടണം എന്നുള്ള അഭിപ്രായമുള്ള ആളാണ് ഞാൻ. അന്ന് ഒപ്പിട്ടപ്പോഴും അനുകൂലിച്ച ആളാണ്. ഇന്ന് UDF ഒപ്പിടണമെന്ന് അഭിപ്രായമുള്ള ആളാണ്. പക്ഷെ അവർ പറ്റിച്ചില്ലേ? അതായത് അവരുടെ മുന്നണിക്ക് ആത്മാർത്ഥതയോട് കൂടിയിട്ട് ബെയിലും കൊണ്ട് പ്രചരണം നടത്തിയ ആളുകളെ, അവർക്ക് വോട്ട് ചെയ്ത ആളുകളെ ഇങ്ങനെ നഗ്നമായിട്ട് പറ്റിക്കാൻ പാടുണ്ടോ? അവരേറ്റവും ചുരുങ്ങിയത് LDF സർക്കാർ, പിണറായി സർക്കാർ, V ശിവൻകുട്ടി ചെയ്തതുപോലെ മരവിപ്പിച്ച് നിർത്താൻ, പോട്ടെ ഒരു 1-2 വർഷമെങ്കിലും മരവിപ്പിച്ച് നിർത്താൻ നോക്കണ്ടേ ഹർഷ? അതെ. മരവിപ്പിച്ച് നിർത്തിയത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടായോ? അതായത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എന്തെങ്കിലും ഈ V ശിവൻകുട്ടിക്കെതിരെ കേസെടുത്തോ? പിണറായി വിജയനെ ജയിലിൽ പിടിച്ചിട്ടോ? ഒന്നും ഉണ്ടായില്ലല്ലോ. PMCയിൽ ഒപ്പിട്ട്, അതും ധാരണാപത്രത്തിൽ ഒപ്പിട്ടിട്ട് അവർ പിൻവാങ്ങിയിട്ട് ഒന്നും ചെയ്യാതിരുന്നിട്ട് കേന്ദ്രം വല്ലതും ചെയ്തോ? ഇവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പാടാക്കിയോ? ഇല്ലല്ലോ, ഒന്നുമില്ല. ഒന്നും ചെയ്യാതിരുന്നാലും ഒരു കുഴപ്പമില്ല. പക്ഷേ VD സതീശനും ഷംസുദ്ദീനും തീരുമാനിച്ചിരിക്കുകയാണ് പോയി ഒപ്പിട്ടേക്കാം. അപ്പോൾ എന്താ, കഴിഞ്ഞ സർക്കാരാണോ ഈ സർക്കാരാണോ ഈ കാര്യത്തിൽ മെച്ചം എന്ന് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ആളുകൾ കൂടെ നോക്കില്ലേ. എൻ്റെ ഏറ്റവും വലിയ സങ്കടം സത്യത്തിൽ കോൺഗ്രസ്സുകാർ വിചാരിച്ചിട്ടല്ല,